ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഡ്രൈ ഫ്രൈ മസാല തയ്യാറാക്കിയാലോ. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാട്ടോ. അപ്പോൾ നമുക്കതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ നീരും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ വളരെ നല്ലത്, 2.5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കുക്കിംഗ് പോട്ട് എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് വറുത്ത് കൊടുക്കുകയല്ല വേണ്ടത്. ഇത് ഇങ്ങനെ പതുക്കെ നമ്മൾ ഇളക്കി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിന് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളവും പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ഓയിലും എല്ലാം ചേർന്ന് ചിക്കനൊന്ന് മുറുകി വരും. ഏകദേശം ഈ പാകമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. ഈ ചിക്കൻ്റെ പീസെല്ലാം നമുക്ക് മുകളിലേക്കാക്കി സവാള ഒന്ന് താഴേക്കാക്കി കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇത് നന്നായി ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലക്കൂട്ട് ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കണം. അതിനാണ് ഇങ്ങനെ തുടരെ ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 തക്കാളി ആട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇത് നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് ഒരു മൂടി കൊണ്ട് അടച്ച് വേവിക്കാം. ഇത് തക്കാളിയെല്ലാം പെട്ടെന്ന് വഴന്ന് കിട്ടാനും മസാലയായിട്ട് നന്നായിട്ട് ചേരാനും സഹായിക്കും. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഏത് റെസിപ്പി ഫോളോ ചെയ്യുമ്പോഴും ഇതിൻ്റെ രുചി എങ്ങനെയായിരിക്കും, ഇതിൻ്റെ മണം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടാകണം. അപ്പോഴാണ് ആ റെസിപ്പി കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ടൊമാറ്റോ പീസസ് എല്ലാം ഒന്ന് പാനിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരല്പം ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഒരല്പം കൂടി ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ രുചികരമായ ചിക്കൻ ഡ്രൈ ഫ്രൈ മസാല തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.